ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടുള്ള നല്ലൊരു ഹോം റെമഡി, നല്ലൊരു DIY സിറവുമായിട്ടാണ്. ഈ സിറം ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ് ഈ പിഗ്മെൻറ്റേഷൻ. നമ്മുടെ കളർ വെളുത്തതായിക്കോട്ടെ കറുത്തതായിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഫെയർ ആയിട്ടുള്ളൊരു സ്കിൻ, അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടുന്നത്. കറുത്ത അടയാളങ്ങളില്ലാതെ, പിഗ്മെൻറ്റേഷൻ ഇല്ലാതെ. എൻ്റെ ആദ്യകാലത്തുള്ള വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം, എൻ്റെ മുഖത്ത് നിറയെ ഒരുപാട് പിഗ്മെൻറ്റേഷനും അതുപോലെ സ്കിൻ ലൂസൺ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ എത്തിയിട്ടുള്ളത് ഈ പലതരം DIY റെമഡികൾ കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന, പക്ഷേ കണ്ടിന്യൂ ഉപയോഗിക്കണം. നമ്മൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു എണ്ണ ഉപയോഗിച്ച് 1-2 ദിവസം എടുക്കും, ആ ഒരു റിസൾട്ടും കണ്ടില്ല എന്ന് കരുതിയിട്ട് വീണ്ടും പെട്ടെന്ന് മറ്റൊരു എന്തെങ്കിലും ഒരു ഫേസ് പാക്കിലേക്ക് മാറും. പക്ഷേ അങ്ങനെ ചെയ്യാതെ ഡെയിലി കൺസിസ്റ്റൻസ് ആയിട്ട് ഒരേ ഒരു പാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറം ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇന്നത്തെ ഈ ഫേസ് സിറം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പൊട്ടറ്റോ നല്ല കഴുകി വൃത്തിയായിട്ട് ഇതേ രീതിയിൽ ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്തേക്കണേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. പൊട്ടറ്റോ ജ്യൂസിനോടൊപ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഹണിയാണ്. ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ തേൻ ഉപയോഗിക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പൊട്ടറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് 1 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഹണി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന അടുത്ത സാധനമാണ് വിറ്റാമിൻ ഇയുടെ 2 ക്യാപ്സൂൾ എടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ഓയിൽ ഈ ഒരു മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലും 1 ടേബിൾ സ്പൂൺ അളവിലുള്ള അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പൊട്ടറ്റോ ജ്യൂസ്, പലർക്കും സ്കിന്നിന് അലർജിയാണ്, പക്ഷേ പൊട്ടറ്റോ ജ്യൂസ് ഒരുപാട് പേരുടെ പിഗ്മെൻറ്റേഷൻ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് കരിവാളിക്കുന്നതായും കാണുന്നുണ്ട് പൊട്ടറ്റോ ജ്യൂസ്. അതിനോടൊപ്പം ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് അനുസരിച്ചാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. തീർച്ചയായും ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതിനെ എന്തെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിൽ, വെള്ളമൊന്നുമില്ലാതെ ഉണക്കിയെടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഫില്ലർ ഉപയോഗിച്ചാണ് നമുക്കിതിനെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഞാനിതുപോലെ മുമ്പ് ഒരു ഫേസ് സിറം അടിച്ച ബോട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് ഇതുപോലെ ആദ്യമേ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൈകളിലോ കഴുത്തിലോ മറ്റോ ഒന്ന് അപ്ലൈ ചെയ്ത് മറ്റു അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. നന്നായിട്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം ഡെയിലി ഉപയോഗിക്കണം. ഡെയിലി 2 നേരം ഉപയോഗിക്കണം. ഇതേ രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രാവശ്യം ഉപയോഗിച്ച ശേഷം ഈ ബോട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ മറന്നു പോകരുത്. അതുപോലെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കുക. അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് എല്ലാം ബോട്ടിലിൻ്റെ അടിയിൽ വന്നിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായും ഡെയിലി ഉപയോഗിക്കാവുന്ന, ഡെയിലി 2 നേരം ഉപയോഗിച്ച പിഗ്മെൻറ്റേഷന് നല്ല റിസൾട്ട് ഒരാഴ്ച കൊണ്ട് കിട്ടുന്ന നല്ലൊരു സിറമാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.